മാസത്തില് നിങ്ങൾ ആൾക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള സ്വതക്കിയിൽ നിന്ന് എന്റെ ഒരു വിഹിതം ഞങ്ങൾ 3 പെൺകുട്ടികളും കൂടി ഞങ്ങളെ ഉപ്പാക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് തന്നൂടെ, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. എന്റെ ഉപ്പാക്ക് വലിയൊരു എമൗണ്ട് ആവശ്യം വരുന്നുണ്ട്. ഇതിന്റെ ചെലവിലേക്ക് ഞങ്ങളെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. ഞങ്ങൾ അപേക്ഷകൾ സ്വീകരിക്കണം. നിങ്ങൾക്ക് കഴിയണത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്നിട്ടാണ്. ഞങ്ങളൊരു പോലും ഇല്ല ചോദിക്കാന്. അത്രക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാ ഞങ്ങള് ചോദിക്കണത്. അത്രക്കും മോശമാണ് എന്റെ ഉപ്പാന്റെ അവസ്ഥ. ഒരു ജീവന് വേണ്ടിയിട്ടാ ഞങ്ങളെ ഉപ്പാന് മരണം വരെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഞങ്ങള് ചോദിക്കണത്. ഞങ്ങളൊന്ന് സഹായിച്ചൂടെ? ഞങ്ങൾക്ക് വേറെ ആരോടും പറയാനില്ല എന്നിട്ടാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. ഞാനിപ്പോ വീഡിയോയിൽ കണ്ട പ്രിയപ്പെട്ട സഹോദരൻ സക്കീർ ഹുസൈന്റെ വീട്ടിലാണ്. ഇവിടെ വന്ന് കയറിയപ്പോ അദ്ദേഹത്തിന്റെ 3 പ്രിയപ്പെട്ട പെൺമക്കൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ ഉപ്പം കുഞ്ഞിലെ മുതൽ ഞങ്ങൾ കാണുന്നത് മറ്റുള്ളവർക്ക് കൈനീട്ടി ദാനം നൽകുന്ന ഒരു ഉപ്പയാണ്. ഇപ്പൊ ഉപ്പാക്ക് ഒരു നിവൃത്തിയില്ല, ഡയാലിസിസിന് പോലും പോകാൻ കഴിയാത്തൊരവസ്ഥയില് ഉപ്പാടെ ജീവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 3 പെൺമക്കളും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും ചേർന്നിട്ട് നമുക്ക് നേരെ കൈകൾ നീട്ടുന്നതെന്നാണ് ഈ മക്കള് പറഞ്ഞത്. അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ ഈ പരിശുദ്ധ റമദാനില് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സദക്കയുടെ ഒരു ചെറിയ വിഹിതമാണ്. അതുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് അവർക്ക് നൽകിയാൽ അവരുടെ പ്രിയപ്പെട്ട ഉപ്പയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവരാൻ കഴിയും. പ്രിയമുള്ളവരെ, എല്ലാവരും ഈ മക്കളുടെ വാക്കുകളൊന്ന് ഏറ്റെടുക്കണം. സക്കീർ ഹുസൈൻ നീണ്ട 22 വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷം വെള്ളത്തിന്റെ സെയിൽ ചെയ്തിട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. അതിനിടയ്ക്ക് വളരെ നല്ല രീതിയിൽ 2 പെൺകുട്ടികളുടെ മക്കളുടെ കല്യാണം നടത്തി കൊടുത്തു. 2 വർഷങ്ങൾക്ക് മുമ്പാണ് കിഡ്നി രോഗം തിരിച്ചറിയുന്നതും ഇപ്പോൾ ആഴ്ചയിലുള്ള 3 ഡയാലിസിസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ജീവൻ നിലനിർത്തി പോരുന്നത്. പ്രിയമുള്ളവരെ, ഇനി കിഡ്നി മാറ്റിവെക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ലക്ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇവിടെ മക്കള് പറഞ്ഞതുപോലെ, നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞതുപോലെ, ഉള്ളതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയാണ്. മാതൃകാപരമായിട്ട് നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും മഹല്ലിന്റെ ആവശ്യങ്ങളിലൊക്കെ ഓടി നടന്നിരുന്ന ഒരു മാതൃകാ വ്യക്തിയാണ്. നമ്മുടെയൊക്കെ സഹായത്തിന് ഈ പരിശുദ്ധ റമദാനിലെ സദക്കക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ നൽകിക്കൊണ്ട് വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സുമനസുകളിലേക്ക് എത്തിച്ചുകൊണ്ട് കൂടി ഉണ്ടാകണം. മലപ്പുറം ജില്ലയിലെ തവനൂർ നിയോജകമണ്ഡലം തൃപ്പങ്കോട് പഞ്ചായത്ത് 17-ാം വാർഡ് മംഗലം കുട്ടമ്മാക്കലാണ് സക്കീർ ഹുസൈനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബവും താമസിക്കുന്നത്. ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മഹല്ല് കമ്മിറ്റികളുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വേണ്ട 40 ലക്ഷം രൂപ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ കുടുംബത്തിനോടൊപ്പം ഈ നാട്ടുകാരോടൊപ്പം ഉണ്ടാകണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കാം. നമ്മുടെ നാട്ടിലെ ഞങ്ങളെ ഈ മഹല്ലിൽപ്പെട്ട ആളാണ് സക്കീർ എന്ന് പറയുന്നവർ. അവർ 2 കിഡ്നിയും തകരാറിലായിട്ടുണ്ട്. ഡോക്ടേഴ്സ് മാറ്റിവെക്കലില്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്ന് അറിയിച്ചിട്ടും അതിന്റെ ഭാഗമായി മറ്റു ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരോടും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് 3 പെൺമക്കളാണ്. മറ്റു സഹായങ്ങളോ മറ്റു മാർഗങ്ങളോ ഒന്നുമില്ല. ദിവസക്കൂലി ജോലി ചെയ്ത് കുടുംബം പുലർത്തി പോന്നിരുന്ന വ്യക്തിയാണ്. നിങ്ങളെല്ലാവരെയും സഹകരണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ആ കുടുംബത്തിന്റെ അത്താണിയെ തിരിച്ചു നൽകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.